പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. വഴിക്കടവ് പുഞ്ചക്കുലി നഗറിലെ സതീശനാണ് കാലിന് പരിക്കേറ്റത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു സതീശൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സമീർ, ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എപ്പോഴാണ്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരിക്കേറ്റ സതീശനെ താങ്ങിപ്പിടിച്ച് കൂടെയുള്ളവരൊക്കെ എടുത്തുകൊണ്ടുവരുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണോ? കാട്ടാനകളൊക്കെ ഉള്ളൊരു മേഖലയാണോ? ഇതിപ്പോൾ വനത്തിനകത്ത് വെച്ചാണോ ആന ആക്രമിച്ചത്? പ്രജിൻ, വഴിക്കടവിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വഴിക്കടവ് വനമേഖലയാണ്. കാട്ടാന, കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരിടം കൂടിയാണ്. വഴിക്കടവ് പുഞ്ചക്കുല്ലി നഗറിലെ സതീശനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഈ സതീശൻ ഈ വനത്തിനകത്തേക്ക് വനവിഭവ ശേഖരണത്തിനായി പോയതായിരുന്നു. ഈ പുളി പറിക്കാനായി പോയതായിരുന്നു. അങ്ങനെ പുളി പറിക്കുന്നതിനിടയിലാണ് കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയും അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിലാണ് കാട്ടാന ആക്രമിക്കുകയും സതീശന്റെ കാലിന് കാര്യമായ പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. സതീശനൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ നാട്ടുകാരെയും വനംവകുപ്പിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പും ഈ നഗരിലെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ എത്തി ഈ സതീശനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. ഈ വഴിക്കടവ് വനത്തിനകത്തായത് കൊണ്ട് തന്നെ ഏറെ സമയം ഈ ഷോൾഡറിലും മറ്റും നമ്മൾ വഹിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഈ ജനവാസ മേഖലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പിന്നീട് വാഹനം എത്തുന്ന ഇടത്തേക്ക് വീണ്ടും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ഇത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സതീശനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുഴയിൽ പാലം ഇല്ലാത്തൊരു പ്രതിസന്ധി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴ ഈ ആദിവാസി യുവാക്കൾ ഉണ്ടാക്കിയ ഈ ചെങ്ങാടം വഴി മുറിച്ച് കടന്നു വേണം ആശുപത്രിയിലേക്ക് എത്താൻ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ച് നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് സതീശനെ മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിനാണ് സതീശന് പരിക്കേറ്റത്.